വിഗ്രഹാരാധന അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിലും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് വിഗ്രഹമാണ് എന്ന പൂർണ്ണ ബോധത്തോടെ, കല്ലാണെങ്കിൽ കല്ല്, മരമാണെങ്കിൽ മരം എന്നുള്ള അറിവോടുകൂടി തന്നെയാണ് ആ വിഗ്രഹത്തെ ഹിന്ദുക്കൾ സമീപിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ വിഗ്രഹത്തെ അല്ല ആരാധിക്കുന്നത്. അതുകൊണ്ട് വിഗ്രഹാരാധകന്മാരെന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. ഹിന്ദുസ് ആർ നോട്ട് വർഷിപ്പിംഗ് ദ ഐഡൽസ്, ദേ ആർ വർഷിപ്പിംഗ് ത്രൂ ദ ഐഡൽസ് എന്നാണ് അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി തന്നെ നമ്മുടെ ദാർശനികന്മാർ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അമൂർത്തമായ ചില സങ്കല്പങ്ങളെ, അബ്സ്ട്രാക്ട്സ്, അതിനെ സാത്മീകരിക്കുവാൻ പലപ്പോഴും ചില സങ്കല്പങ്ങളെ അല്ലെങ്കിൽ ചില മൂർത്ത സങ്കല്പങ്ങളെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമാണ്. നിരാകാരനും നിർഗുണനും അസ്പൃശ്യനും അദൃശ്യനും എല്ലാമായ ഈശ്വരനെ ചില സമൂഹങ്ങൾക്കോ വ്യക്തികൾക്കോ വിഭാവനം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ പ്രതീകാത്മകമായ ചില വസ്തുതകളെ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ അവർ ഈശ്വരാരാധന നടത്തുന്നുവെന്ന് മാത്രം. പക്ഷേ ഈശ്വരാരാധന ചെയ്യുന്നത് ആ വിഗ്രഹത്തെയല്ല, ആ വിഗ്രഹം ഈശ്വരനാണെന്ന് ധരിച്ചുകൊണ്ടല്ല. അത് ചീത്തയാകുമ്പോൾ മാറ്റുകയും അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യും, പുതിയ വിഗ്രഹങ്ങൾ കൊണ്ടുവരും. മറിച്ച് അത് തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നവീകരണ ശ്രമമോ മാറ്റലോ നടക്കുകയില്ല. അപ്പം അതിൻ്റെ അർത്ഥം ആ ഒരു പ്രതീക സങ്കല്പത്തിലൂടെ അമൂർത്തമായ ഒരു സങ്കല്പത്തെ സമൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു മാധ്യമത്തിൻ്റെ സഹായം എല്ലാവരും എന്നില്ല, ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിലെ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വാസ്തവത്തിൽ വിഗ്രഹാരാധന എന്ന പേരിൽ അറിയപ്പെടുന്നത്.